Okay. Illustration 33, page number, updated material, page number 311. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. പ്രോസസ് കോസ്റ്റിംഗിന്റെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇല്ലസ്ട്രേഷൻ നമ്പർ 33യും അതിന്റെ തൊട്ട് മുന്നേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഇല്ലസ്ട്രേഷൻ നമ്പർ 32. കാര്യം രണ്ടും ചെറിയ വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ മെറ്റീരിയൽ നമ്മൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ നോക്കാൻ നമുക്ക് പ്രോസസ് 3 റിലേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദ പ്രോസസ് 3 ഓഫ് ദ മന്ത് ഓഫ് ഓഗസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോസസ് ക്വസ്റ്റ്യൻ അത് താഴെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. അതിന്റെ മെറ്റീരിയൽ 2 ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്. മെറ്റീരിയൽ 1 ആൻഡ് മെറ്റീരിയൽ 2. ലേബർ ഉണ്ട്, പ്രൊഡക്ഷൻ ഓവർഹെഡ് ഉണ്ട്. ദാറ്റ് മീൻസ് ഓവർഹെഡ് ഉണ്ട്. ദെൻ പ്രോസസ് 2 ട്രാൻസ്ഫർ ഉണ്ട്. അതായത് പ്രോസസ് 2 ഇപ്പൊ പ്രോസസ് 3ന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. ഇപ്പൊ പ്രോസസ് 2ൽ നിന്ന് പ്രോസസ് 3ലോട്ട് ട്രാൻസ്ഫർ ചെയ്ത യൂണിറ്റ്സ് ആണ് 6,000 യൂണിറ്റ്സ് അറ്റ് റുപ്പീസ് 2,360. ദെൻ പ്രോസസ് 4 എന്ന് പറയുന്നത് പ്രോസസ് 3ൽ നിന്ന് പ്രോസസ് 4ലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് 4,700 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ ആഡഡ് ഇൻ പ്രോസസ്. ഡയറക്റ്റ് മെറ്റീരിയൽ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൽ 520 റുപ്പീസിന്റെ അഡീഷണൽ മെറ്റീരിയൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ലേബർ എംപ്ലോയിഡ് തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഓവർഹെഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. ദെൻ യൂണിറ്റ് സ്ക്രാപ്പ് തന്നിട്ടുണ്ട്. ടോട്ടൽ യൂണിറ്റ് സ്ക്രാപ്പ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ യൂണിറ്റ് സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ 140 സ്ക്രാപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ യൂണിറ്റ് സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ നോർമൽ ലോസിന്റെ അബ്നോർമൽ ലോസിന്റെ ടോട്ടൽ ആണ് യൂണിറ്റ് സ്ക്രാപ്പ്. ഓർത്തോണം, യൂണിറ്റ് സ്ക്രാപ്പ് equal to normal loss plus abnormal loss. Okay. അപ്പം ഇവിടെ 300 യൂണിറ്റ് സ്ക്രാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നോർമൽ ലോസ് ഉണ്ട്, അബ്നോർമൽ ലോസ് ഉണ്ട്. അത് നമുക്ക് പിന്നീട് കമ്പ്യൂട്ട് ചെയ്യാം. ദെൻ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ, സ്ക്രാപ്പ് ആയ യൂണിറ്റ്സിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ തന്നിട്ടുണ്ട്. ഓക്കെ. Then closing stock 2,000 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ തന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വ്യത്യാസം എന്ന് പറഞ്ഞത്, നോർമലി ഫസ്റ്റ് റീഡിംഗിൽ നമുക്കത് കാണുമ്പോൾ വ്യത്യാസമായിട്ട് തോന്നത്തില്ല, സാധാരണ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് 1000 യൂണിറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ഒന്നും തന്നിട്ടില്ല. ഓക്കെ. ഓപ്പണിംഗ് സ്റ്റോക്ക് സ്വാഭാവികമായിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉള്ള ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ തന്നിട്ടുണ്ടായിരിക്കും. ഇൻ കേസ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ റീസൺ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 100% ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ആയിരിക്കും മെറ്റീരിയൽസിനും ലേബറിനും എല്ലാം വരുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ സിറ്റുവേഷൻ 100 യൂണിറ്റ് തന്നിട്ടുണ്ട്. 100 യൂണിറ്റ് തന്നിട്ടുണ്ടെങ്കിലും ഡിഗ്രി ഓഫ് കംപ്ലീഷൻ തന്നിട്ടില്ല. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് പ്രോസസ് 3ൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഇവിടെ കംപ്ലീറ്റ് ആകാറില്ല. ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോസസ് 3ൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് 100 യൂണിറ്റും 100% മെറ്റീരിയൽ ലേബർ ഓവർഹെഡ് തൊട്ട് മുന്നത്തെ പ്രോസസ്സായ പ്രോസസ് 2 ഇൻക്ലൂഡ് ആയി കഴിഞ്ഞു. അപ്പം നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 1000 യൂണിറ്റ് ഇൻപുട്ട് ഉണ്ട്, പക്ഷേ 1000 യൂണിറ്റ് ഔട്ട്പുട്ട് ഇല്ല. അതാണ് ഇവിടുത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ഇല്ല. ഓക്കെ. ഡിഗ്രി ഓഫ് കംപ്ലീഷൻ തന്നിട്ടില്ല. അപ്പൊ ഈ 100% തൊട്ട് മുന്നത്തെ പ്രോസസ്സിലായി ഇൻക്ലൂഡ് ആയി എന്നുള്ളൊരു മീനിങ്ങിലാണ് ഇത് വരുന്നത്. അപ്പം ഡിഗ്രി ഓഫ് കംപ്ലീഷൻ പ്രോസസ് 3 ഇല്ലാത്തതുകൊണ്ട് ഔട്ട്പുട്ട് കോളത്തിന് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിന് യൂണിറ്റ് എഴുതേണ്ട കാര്യമില്ല. ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ശ്രദ്ധിച്ചോളാം. അതിന്റെ മീനിങ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് എന്തുകൊണ്ട് എടുത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നോട്ട് ചെയ്ത് വെച്ചോളാം. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ മീനിങ് എന്തുകൊണ്ട് ഔട്ട്പുട്ട് യൂണിറ്റ് കോളത്തിൽ നമ്മൾ എടുക്കുന്നില്ല എന്നുള്ള റീസൺ ഇതാണ്. ദെൻ അടുത്തൊരു പ്രോസസ് 2ൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുന്ന യൂണിറ്റ് ഒരു 6,000 യൂണിറ്റ് ഉണ്ട്. ആ 6,000 യൂണിറ്റും ഇവിടുത്തെ ഇൻപുട്ട് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തിടണം. ദെൻ നമുക്ക് വേണ്ടത് നോർമൽ ലോസ് ഉണ്ട് ക്വസ്റ്റ്യനിൽ. നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ ബോക്സിന്റെ താഴെ സെന്റൻസിൽ തന്നിട്ടുണ്ട്. നോർമൽ ലോസ് എന്ന് പറയുന്നത് 5% ഓഫ് പ്രൊഡക്ഷൻ യൂണിറ്റ് സ്ക്രാപ്പ് റിയലൈസ്ഡ് അറ്റ് ₹0.20 പെർ ഈച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സ്റ്റെപ്പ് 1 നോർമൽ ലോസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ട്രാൻസ്ഫർ ഫ്രം process the whole minus closing stock.
നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ചെയ്തതുപോലെയാണ്. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 1000 ഉണ്ട്, പ്ലസ് ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് എന്ന് പറയുന്നത് 6000 ഉണ്ട്, ദി ഹോൾ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 2000 യൂണിറ്റ് ആണ്. അപ്പോൾ 7000 മൈനസ് 2000 ദാറ്റ് ഈസ് ഈക്വൽ ടു 5000 ആണ് യൂണിറ്റ്. ഈ 5000 യൂണിറ്റ് ആണ് യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 5000ന്റെ 5% ആയ 250 യൂണിറ്റ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ നോർമൽ ലോസ് ഇൻക്ലൂഡ് ആയി. നോർമൽ ലോസ് 250. നോർമൽ ലോസിൽ നമുക്ക് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ യൂണിറ്റ് കോളത്തിൽ ഒന്നും ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, നില്ല് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഈ ക്വസ്റ്റ്യനിൽ നില്ലാണ്, നോർമൽ ലോസ് ഈ ക്വസ്റ്റ്യനിൽ നില്ലാണ്. ദെൻ അടുത്ത് വരുന്നത് ഫിനിഷ്ഡ് യൂണിറ്റ്സ് ആണ്. ഫിനിഷ്ഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇവിടെ ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. തൊട്ടടുത്ത പ്രോസസ്സിലോട്ട് 4700 യൂണിറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 4700 യൂണിറ്റ് ഫിനിഷ്ഡ് സ്റ്റോക്ക് ആണ്. ദെൻ ഫിനിഷ്ഡ് സ്റ്റോക്കിൽ നമുക്കറിയാം ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എപ്പോഴും ഓൾവേസ് 100% ആണ്. അപ്പോൾ 100% നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. 4700, 4700, 4700, 4700. Then closing stock. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 200 ആണ്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ഫ്രം ദ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ ആണ്, അല്ല അപ് ടു ദ പെർസെന്റേജ് ഓഫ് കംപ്ലീഷൻ ആണ്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ മെറ്റീരിയൽസിൽ 60% എന്ന് തന്നിട്ടുണ്ട്. അത് മെറ്റീരിയൽ 2 ആണ്. മെറ്റീരിയൽ 2 എന്നവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. മെറ്റീരിയൽ 1 100% ആണ്. ഓക്കെ, അപ്പൊ 100% മെറ്റീരിയൽ ആണ്, അത് 2000. പിന്നെ മെറ്റീരിയൽ 2 ആണ് അവിടുത്തെ 60% തന്നേക്കുന്നത്, അതങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ 60% വരുമ്പോൾ 1200 യൂണിറ്റ്സ് ആണ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കംപ്ലീഷൻ. ദെൻ അഗെയിൻ ഡയറക്റ്റ് ലേബർ 50% ആണ്. ഡയറക്റ്റ് ലേബർ 50% ആകുമ്പോൾ 1000 യൂണിറ്റ് വരും. ദെൻ അത് കഴിഞ്ഞിട്ട് ഓവർ ഹെഡ് 40% ആണ്. അപ്പോൾ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് 40% എന്ന് പറയുമ്പോൾ 800 യൂണിറ്റ് വരും. ഓക്കെ, അപ്പോൾ എല്ലാം ഇനി നമുക്ക് യൂണിറ്റ് കോളം ബാലൻസ് ചെയ്യാം. യൂണിറ്റ് കോളം ബാലൻസ് ചെയ്യുമ്പോൾ 7000 യൂണിറ്റ് ഔട്ട്പുട്ട് വരുന്നുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് യൂണിറ്റ് കോളത്തിൽ നമുക്ക് 7000 വരണം. 7000, 4700, 2000, 250. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്നത് 6950 ടോട്ടൽ വരുള്ളൂ. അവിടെ നമുക്കൊരു അബ്നോർമൽ ലോസ് ഉണ്ട്. 50 ആണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. എഗെയിൻ നമുക്ക് അബ്നോർമൽ ലോസിന്റെ അല്ലെങ്കിൽ സ്ക്രാപ്പിന്റെ പെർസെന്റേജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. സ്ക്രാപ്പിന്റെ പെർസെന്റേജ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. യൂണിറ്റ് സ്ക്രാപ്പ് 300 എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ ഡയറക്റ്റ് മെറ്റീരിയൽ 100%, ഡയറക്റ്റ് ലേബർ 80% എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ രണ്ട് മെറ്റീരിയൽസിനോട് 100% ആണ്. അപ്പോൾ 50 യൂണിറ്റ്സ്, 100%, 50 യൂണിറ്റ്സ്. ദെൻ ലേബറിനെന്ന് പറയുന്നത് 80% ആണ്. അപ്പോൾ 80% എന്ന് പറയുമ്പോൾ 40 വരും. ഓവർഹെഡിനെന്ന് പറയുമ്പോൾ അത് 60% ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം 30 എന്ന് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലോസ് ആയതുകൊണ്ട് അതെല്ലാം ആഡ് ചെയ്യണം. ലോസ് ആയതുകൊണ്ട് ആഡ് ചെയ്യുന്നു. 4700 പ്ലസ് 2000, 6700. ദെൻ അതിലൂടെ 50 ആഡ് ചെയ്യുമ്പോൾ 6750. ഇതിന്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 4700 പ്ലസ് 1200, 5900. അഗെയിൻ ടോട്ടൽ 5950. Then 4700 plus 1000, അപ്പോൾ 5740. Then again 4700 plus 800, 5700. Then 800, then 5500. Again 30 plus 5530 can also be the total units. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്കലിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞില്ല. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. എന്തുകൊണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നില്ല എന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യനകത്ത് മെറ്റീരിയൽ ഉണ്ടെന്ന് പറയുന്ന സാധനം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു കോളം കയറി കിടക്കുവാണ്. ക്വസ്റ്റ്യനുള്ള ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ മെറ്റീരിയൽ ഉണ്ടെന്ന് പറയുന്ന സംഗതി അവിടെ ഉണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മെറ്റീരിയൽ ഉണ്ട് അവിടെ കൃത്യമായി ചെയ്തിട്ടില്ല.
പിന്നെ 1, 2 ഒന്നും അതിനകത്ത് മെൻഷൻ ചെയ്തില്ല. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻസിലെല്ലാം കൃത്യമായ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒന്നും അതിനുണ്ടാവില്ല. ദെൻ നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലോട്ട് പോവാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. എലമെന്റ്സ് കോസ്റ്റ് termed as column A, then units termed as column B, cost per unit that is equal to A divided by B. Then cost in the elements എന്ന് പറയുന്നത് മെറ്റീരിയൽ 1. മെറ്റീരിയൽ 1ന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ 1 ഓപ്പണിംഗ് സ്റ്റോക്കിനകത്ത് 390 rupees ഒരു മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്. ദെൻ നമ്മൾ അഗെയിൻ വീണ്ടും ഒരു അഡീഷണൽ ട്രാൻസ്ഫർ ടു പ്രോസസ് ടു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2360 തന്നിട്ടുണ്ട്. അതും ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പഴയ പ്രോസസ്സിംഗ് വന്നുകൊണ്ട് ഒരു മെറ്റീരിയൽ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ 2360 ദി ഹോൾ മൈനസ് നമുക്കൊരു സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 250 യൂണിറ്റ് ആണ്. 250 യൂണിറ്റിന് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ഒരു 250 യൂണിറ്റ് സ്ക്രാപ്പ് ഉണ്ട് ഇൻറ്റു 0.2 പൈസ. അപ്പോൾ നമുക്ക് 50 rupees എന്ന് കിട്ടും. 50 rupees നമ്മുടെ സ്ക്രാപ്പ് ആണ്. -50 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് 2700 rupees ദ മെറ്റീരിയൽ 1 കോസ്റ്റ്. ദെൻ മെറ്റീരിയൽ 2 കോസ്റ്റ്. മെറ്റീരിയൽ 2 എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ മെറ്റീരിയൽ 2 75 ഉണ്ട്. പ്ലസ് അഡീഷണൽ മെറ്റീരിയൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ ആഡഡ് ഇൻ പ്രോസസ് എന്ന് പറയുന്നത് 520 ആണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 595 എന്ന് കിട്ടും. ദെൻ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പണിങ്ങിന് 112 ഉണ്ട്. പ്ലസ് നമുക്ക് 1036 ഉണ്ട്. അതിന്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ ലേബറിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് ഓപ്പണിംഗ് 112 ഉണ്ട്. ദെൻ അഗെയിൻ അഡീഷണൽ ലേബർ കോസ്റ്റ് 1360 ഉണ്ട്. അപ്പൊ അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് നമുക്ക് 1148 rupees ആവും. ദെൻ ഓവർഹെഡ് എന്ന് പറയുന്നത് ഓവർഹെഡ് ഓപ്പണിംഗ് കോസ്റ്റ് 118 ഉണ്ട്. പ്ലസ് 1541. ദെൻ ടോട്ടൽ ഈക്വൽ ടു 1659. ദെൻ ഇറ്റ് ഈസ് ദ കോളം എ. ദെൻ കോളം ബി എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആണ്. is termed as column B. Then column B യിലെ യൂണിറ്റ്സ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷനിൽ നിന്നാണ്. ഇക്വലന്റ് പ്രൊഡക്ഷനിലെ മെറ്റീരിയൽ 1 ടോട്ടൽ 6750. Then material 2 total 5950. Then labor total 5740. Overhead total 5530. Again cost per unit, that is equal to A divided by B. A എന്ന് പറയുന്നത് കോസ്റ്റും B എന്ന് പറയുന്നത് യൂണിറ്റ് കോളം ആണ്. അപ്പോൾ 2700 divided by 6750. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അതിന്റെ പെർ യൂണിറ്റ് എന്ന് പറഞ്ഞ് കിട്ടുന്നത് 0.40 എന്ന് കിട്ടും. കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് നമുക്കിവിടെ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ദെൻ അടുത്ത് അഗെയിൻ 595 divided by 5950 യൂണിറ്റ്സ് ചെയ്യുമ്പോൾ 0.10 എന്ന് കിട്ടും. Then 1148 divided by 5740 ചെയ്യുമ്പോൾ നമുക്ക് 0.20 എന്ന് കിട്ടും. Again 5530 divided by
1659 divided by 5530. That is equal to again 0.30 എന്ന് കിട്ടും. ഇതാണ് കോസ്റ്റ് പെർ യൂണിറ്റിന്റെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദെൻ നമുക്ക് തേർഡ് സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാം. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കിവിടെ അബ്നോർമൽ ലോസ് ഉണ്ട്. അബ്നോർമൽ ലോസിന്റെ വാല്യുവേഷൻ ആണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് തേർഡ് സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാം. Valuation of abnormal loss. നമ്മളെ ക്വസ്റ്റ്യനിൽ ടെക്സ്റ്റ് റെഫർ ചെയ്യുന്നവർക്ക് ടെക്സ്റ്റിൽ ഈ ക്വസ്റ്റ്യൻ വേറൊരു സ്റ്റൈൽ വേറൊരു ഫോർമാറ്റിലാണ് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ ഒരേ സ്റ്റൈൽ കീപ്പ് ചെയ്യുക. നമ്മൾ ഇതുവരെ ഏത് രീതി ചെയ്തോന്നോ അതേ രീതി ചെയ്താൽ മതി. ഞാൻ ആദ്യ രീതിക്കാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ദെൻ എലമെന്റ്സ് മെറ്റീരിയൽ 1, material 2, labor, overhead. Units termed as column A. Material 1 ന്റെ abnormal loss എന്ന് പറയുന്നത് 50, material 2 50, material labor 40, overhead 30. Then cost per unit it is termed as B. Then 0.40 നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കമ്പ്യൂട്ട് ചെയ്തതാണ്. 0.10 പൈസ, 0.20 പൈസ, 0.30 പൈസ. Then value will be A into B. That is equal to 50 into 0.0, that is 20. 50 into 0.10, that is 5. 40 into 0.20, that is 8. Then 30 into 0.30, that is 9. Okay, the value of abnormal loss will be the total. Okay, the total will be 42 rupees. Rupees 42 is the value of abnormal loss. Then we are going to show the statement of valuation of closing stock here. Statement of valuation of closing stock. Elements, units column termed as A, cost per unit column termed as B, then value, that is A into B, material 1, material 2, labor, overhead. Units, ക്ലോസിംഗ് സ്റ്റോക്കിന്റെ യൂണിറ്റ്സ് നോക്കണം. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വിലന്റ് പ്രൊഡക്ഷനിൽ പോകണം. നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത് അതിൽ മെറ്റീരിയൽ 1ൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 2000 യൂണിറ്റ്സ് ആണ്. മെറ്റീരിയൽ 2ൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് 1200 യൂണിറ്റ്സ് ആണ്. ദെൻ ലേബർ എന്ന് പറയുന്നത് 1000 യൂണിറ്റ്സ് ആണ്. ഓവർഹെഡിൽ അത് 800 യൂണിറ്റ്സ് ആണ്. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 0.40 പൈസ, 0.10 പൈസ, 0.20 പൈസ, 0.30 പൈസ. Then A into B will be the total 800, that is 2000 into 0.40, that is 800. Then 1200 into 0.10, that is 120. 1000 into 0.20, that is 200. 800 into 0.30, that is 240. Here the total will be 1360. It is the value of total closing stock. Okay. അപ്പോൾ നമ്മുടെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. കമ്പ്യൂട്ടേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരുന്നു. കമ്പ്യൂട്ടേഷൻ ഓഫ് വാല്യൂഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരുന്നു. നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പിലോട്ട് പോകാം. നമ്മുടെ ഫൈനൽ ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് പ്രോസസ് കോസ്റ്റ് ആണ്. പ്രോസസ് അക്കൗണ്ട് ആണ്. നമുക്കിവിടെ പ്രോസസ് അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോസസ് 2ൽ നിന്നും പ്രോസസ് 4ലോട്ടുള്ള കൺവേയിലുള്ള ഒരു പ്രോസസ് ആണ്. ദാറ്റ് ഈസ് പ്രോസസ് 3 അക്കൗണ്ടാണ് നമുക്കിവിടെ വരയ്ക്കേണ്ടത്. പ്രോസസ് 3 അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള
ഡീറ്റെയിൽസ് ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് നോക്കാം. പ്രോസസ് 3 അക്കൗണ്ട്. Units, amount, okay. Then process account വരയ്ക്കാം. Process accountൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 1000 യൂണിറ്റ് ആണ്. 1000 യൂണിറ്റ് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് 695 ആണ്. 695 ആണ്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ 695 കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്കിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കുന്ന കോസ്റ്റ് അവിടെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ 390, മെറ്റീരിയൽ 1 390, ദെൻ മെറ്റീരിയൽ 2 എന്ന് പറയുന്നത് 75, ലേബർ എന്ന് പറയുന്നത് 112, ഓവർഹെഡ് എന്ന് പറയുന്നത് 180. ഇത്രയും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് 695 കിട്ടും. ഓക്കെ, അങ്ങനെയാണ് 695 വന്നേക്കുന്നത്. ദെൻ നമുക്ക് അടുത്ത് വേണ്ടത് ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് ടു. ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് ടു അക്കൗണ്ട് 6000 യൂണിറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 2360 റുപ്പീസ് ആണ്. ദെൻ നമുക്ക് അടുത്ത് വേണ്ടത് അഡീഷണൽ മെറ്റീരിയൽ നമ്മൾ ഇൻക്ലൂഡ് ആയിരിക്കുന്ന കോസ്റ്റ് ആണ്. അഡീഷണൽ മെറ്റീരിയൽ ഒരു 520 റുപ്പീസിന്റെ അഡീഷണൽ മെറ്റീരിയൽ കോസ്റ്റ് ആയിട്ടുണ്ട്. ദെൻ ലേബർ കോസ്റ്റ് ആയിട്ടുണ്ട് 1336. ഓവർഹെഡ് എന്ന് പറയുന്നത് 1541 ആണ്. ദെൻ നോർമൽ ലോസ് ഉണ്ട്. നോർമൽ ലോസ് എന്ന് പറയുന്നത് 250 യൂണിറ്റ് ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 250 into 0.20. നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. 50 റുപ്പീസ് ആണ് അതിന്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അബ്നോർമൽ ലോസ് ഉണ്ട്. ഈ അബ്നോർമൽ ലോസിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത് 50 യൂണിറ്റ് ആണ്. അതിന്റെ വാല്യൂ നമ്മൾ തേർഡ് സ്റ്റേറ്റ്മെന്റിൽ കമ്പ്യൂട്ട് ചെയ്തതാണ്. 42 റുപ്പീസ് ആണ്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് 2000 യൂണിറ്റ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1360 ആണ്. ദെൻ പ്രോസസ് ട്രാൻസ്ഫർ ടു. നെക്സ്റ്റ് പ്രോസസ് അക്കൗണ്ട്, ദാറ്റ് ഈസ് പ്രോസസ് അക്കൗണ്ട് 4. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണെന്ന്. അതെന്ന് പറയുന്നത് 4700 ആണ്. ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രോസസ് 3. ദെൻ നമുക്ക് യൂണിറ്റ് കോളം ടോട്ടൽ ചെയ്യാം. യൂണിറ്റ് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 7000 യൂണിറ്റ് നമുക്ക് കിട്ടും. രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും, ബിക്കോസ് ഇറ്റ്സ് ഇക്വലന്റ് പ്രൊഡക്ഷൻ. ദെൻ നമുക്ക് എമൗണ്ട് കോളം ബാലൻസ് ചെയ്യാം. എമൗണ്ട് കോളം ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 1541 ആണ്. സോറി, നമുക്ക് ടോട്ടൽ എന്ന് പറയുന്നത് 6152 നമുക്ക് കിട്ടും. 6152 അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 4700 റുപ്പീസ് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇതിന്റെ പെർ യൂണിറ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ 4700 ഡിവൈഡഡ് ബൈ 4700 ഡിവൈഡ് ബൈ 4700, that is rupees 1 per unit. Okay, is the final answer here. Okay, അപ്പോൾ നമ്മുടെ പ്രോസസ് കോസ്റ്റിൽ എല്ലാ പ്രോബ്ലംസും മെറ്റീരിയൽ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കൊറോണ ഇഷ്യൂ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഒരു ഇത് വരാതിരുന്നെങ്കിൽ നമുക്ക് അഡീഷണൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇത് നിർവാഹമുള്ളൂ. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ എന്തായിരുന്നാലും ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൃത്യമായി വർക്ക്ഔട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ബാക്കിയുള്ള വീഡിയോസ്, ബാക്കിയുള്ള ടോപ്പിക്സ് എല്ലാം നമുക്ക് ബാക്കിയുള്ള വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, സ്റ്റുഡൻസിന് ഓൾറെഡി ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇൻസ്ട്രക്ഷൻസും സ്റ്റുഡൻസ് ഫോളോ ചെയ്യണം. താങ്ക്സ്.